കൂറ്റനാട്ടെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞ് 8 വർഷം പിന്നിട്ടിട്ടും പൊതുജനത്തിന് തുറന്നുകൊടുക്കാതെ കാടുപിടിച്ച് നശിക്കുന്നു. 40 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടമാണ് മദ്യപരുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറിയിരിക്കുന്നത്. പട്ടാമ്പി താലൂക്കിലെ ആദ്യ വിശ്രമകേന്ദ്രമാണ് കൂറ്റനാട്ടെ ടേക്ക് എ ബ്രേക്ക് വിശ്രമകേന്ദ്രം. പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയോരത്ത് പണിത കെട്ടിടം 8 വർഷം കഴിഞ്ഞിട്ടും തുറക്കാനായില്ല. ദീർഘദൂര വഴിയാത്രക്കാർക്ക് വിശ്രമ സൗകര്യത്തിനായാണ് കേന്ദ്രം നിർമ്മിച്ചത്. കൂറ്റനാട് ജല അതോറിറ്റിക്ക് മുന്നിലായാണ് കെട്ടിടമുള്ളത്. 2016 ഫെബ്രുവരി 28-ന് മന്ത്രി AP അനിൽകുമാറാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. പാലക്കാട് ജില്ലയ്ക്കായി അനുവദിച്ച ഏക ടേക്ക് എ ബ്രേക്ക് കെട്ടിടം കൂടിയാണ് കൂറ്റനാട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെ ആധുനിക രീതിയിലായിരുന്നു ഇതിന്റെ നിർമ്മാണം. ഗുരുവായൂരിലേക്കും മണ്ഡല തീർത്ഥാടന കാലത്ത് ശബരിമലയിലേക്കും നിരവധി തീർത്ഥാടകർ ഇതുവഴി കടന്നുപോകാറുണ്ട്. ഇവർക്ക് വിശ്രമകേന്ദ്രത്തിന്റെ പ്രയോജനം ലഭിക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും അതുമുണ്ടായില്ല. സാങ്കേതിക കാരണങ്ങൾ മൂലമാണ് കെട്ടിടം തുറന്നു പ്രവർത്തിക്കാനാകാത്തതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. കെട്ടിട നിർമ്മാണം മുഴുവനായും പൂർത്തീകരിച്ചെങ്കിലും കെട്ടിട നമ്പർ ലഭിക്കുകയോ വൈദ്യുതീകരണം പൂർത്തിയാക്കുകയോ ചെയ്തിട്ടില്ല. കെട്ടിട നിർമ്മാണ സമയത്ത് KSTPയുടെ അധീനതയിലായിരുന്നു പാതയുണ്ടായിരുന്നത്. പിന്നീട് പൊതുമരാമത്ത് നിരത്തു വിഭാഗത്തിനു കീഴിൽ റോഡ് വന്നെങ്കിലും കെട്ടിട നമ്പർ ലഭിക്കുന്നതടക്കമുള്ള നിയമപ്രശ്നങ്ങൾ പദ്ധതിക്ക് വിലങ്ങുതടിയായി തുടരുകയാണ്.